ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ആമസോണും മീഷോയും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി എന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മീഷോയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ. GST ഇല്ലാതെ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് മീഷോയുടെ ഒരു പ്രത്യേകത. എന്നാൽ ആമസോണിൽ മസ്റ്റായിട്ടും GST വേണം. ഇത് ഇവർ തമ്മിലുള്ള നല്ലൊരു ഡിഫറൻസാണ്. കാരണം ആർക്ക് വേണോ അവരവരുടെ സ്റ്റേറ്റിലിരുന്ന് മീഷോയിൽ സെല്ല് ചെയ്യാം എന്നുള്ളൊരു തരത്തിലേക്ക് മീഷോ എത്തി. 1994 ആമസോൺ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ബുക്സ് മാത്രം സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ആമസോൺ. പിന്നീട് 2013 വേൾഡ് വൈഡായിട്ട് ഓൺലൈൻ എന്നുള്ളൊരു ഷോപ്പിംഗ് കൺസെപ്റ്റ് കൊണ്ടുവന്നു. പിന്നീട് 2015 മീഷോ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ ആമസോൺ എല്ലാവർക്കും പരിചയമായി വരുന്നൊരു സമയമായിരുന്നു. ആമസോണിനോട് എല്ലാവർക്കും ട്രസ്റ്റായി വരുന്നൊരു സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും മീഷോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ ആമസോണിനെക്കാളും വളരെ റേറ്റ് കുറച്ചും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനും ആൾക്കാർക്ക് സാധനം കിട്ടാൻ തുടങ്ങിയപ്പോൾ, അതും ഫ്രീ ഡെലിവറി ആയിട്ട് ആൾക്കാർക്ക് സാധനം കിട്ടാൻ തുടങ്ങിയപ്പോൾ മീഷോ പതിയെ ഫെമിലിയർ ആയിട്ട് വന്നു. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. സെല്ലേഴ്സിനായാലും കുറച്ചുകൂടെയൊക്കെ ഈസി മീഷോ ആയിട്ട് മാറി. അതിന് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആമസോണിലാണെങ്കിൽ സെല്ലേഴ്സിന് കമ്മീഷനുണ്ട്, മീഷോയിലാണെങ്കിൽ കമ്മീഷൻ ഫ്രീ ആണ്. ആൾക്കാർ കൂടുതലും മീഷോയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതോടെ ആമസോൺ പതിയെ ആമസോണിൻ്റെ വിൽപ്പന ഇന്ത്യയിൽ കുറച്ചൊന്ന് കുറഞ്ഞു. വലിയ കുറവൊന്നുമില്ല, കാരണം അത് വേൾഡ് വൈഡ് ആണല്ലോ. എന്നാലും ഇന്ത്യയിൽ കുറച്ചൊരിടിവ് ആമസോണിന് വന്നു. മീഷോ ഫ്രീ ഡെലിവറി എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് ആമസോണിലും ഫ്രീ ഡെലിവറി എന്നുള്ളൊരു ഇത് വന്നത്. അല്ലെങ്കിൽ ആമസോൺകാർ എല്ലാ കാര്യത്തിനും ഫ്രീ ഡെലിവറി ആയിരുന്നില്ല. സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മീഷോയിൽ കാറ്റലോഗൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കസ്റ്റമർ കെയർ സപ്പോർട്ടുണ്ട്. പക്ഷേ പിന്നെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇടൂ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് അങ്ങേയറ്റം സാധനങ്ങളുടെ വില കുറപ്പിക്കും. ചില സമയത്ത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് പോലും കറക്റ്റ് കിട്ടണം എന്നില്ല അവർ പറയുന്ന ഡിസ്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനൊരു വിഷയമുണ്ട്. ആമസോണിലാണെങ്കിൽ അവരങ്ങനെ അധികം വിളിക്കത്തൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണോ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനൊന്നും യാതൊരുവിധ വിഷയവുമില്ല. മീഷോയിലാണെങ്കിൽ നമ്മൾ പ്രൈസ് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് റൈസ് ചെയ്യണം. പ്രൈസ് നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നുമ്പോൾ കൂട്ടാനൊന്നും പറ്റില്ല. അഥവാ നമ്മൾ ഒരു സാധനത്തിന് നമ്മൾ പ്രൈസ് കൂടുതൽ ഇടുകയാണെങ്കിൽ അവർ പറയും കുറച്ചിട്ട് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നല്ലപോലെ സെയിലാവും എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ. ആമസോണിൽ ആ ഒരു വിഷയമില്ല. നമുക്ക് എപ്പോൾ വേണോ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. എന്നാൽ മീഷോയിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ആമസോണിലും ഫ്ലിപ്പിലും ഒക്കെ പ്രോഡക്ട്സിൻ്റെ വില കൂടുന്നതിന് ഒരു പ്രധാന കാരണം ഈ ട്രേഡ് മാർക്ക് കൂടിയാണ്. കാരണം അതിൻ്റെ സ്റ്റിക്കർ ലേബലിംഗ് കാര്യങ്ങൾ അതൊക്കെ റേറ്റ് കൂടുന്നതിനൊരു പ്രധാന കാരണമാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും എപ്പോഴും ഭയങ്കര പ്രീമിയം ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്. മീഷോയിൽ നമുക്ക് ഒരു ദിവസം ഓർഡർ വന്നു, പിറ്റേന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, അതിൻ്റെ പിറ്റേന്നായിരിക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വന്നാലും, അതായത് 2 ദിവസം താമസം വന്നാലൊന്നും വലിയ പ്രശ്നമില്ല. എന്നാൽ ആമസോണിൽ അതുപോലെയല്ല. ചിലപ്പോൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ ലേറ്റായാൽ പോലും നമ്മുടെ അക്കൗണ്ട് ഹെൽത്തിനെ അത് ബാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം ആമസോണിൽ ഓർഡർ വരുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അയക്കുകയും ചെയ്തിരിക്കണം. ഒരു ഓർഡറോ മറ്റോ മിസ്സായാൽ പോലും നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ കാരണമാവും. മീഷോയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകൂ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ കാണാം.